മേരി ടോക്സിലേക്ക് സ്വാഗതം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിലെ ഒരു നന്മ നിറഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ഞാൻ പരിശുദ്ധ അമ്മയെ കുറിച്ച് 2 വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ രക്ഷകന്റെ അമ്മയാണ്. അമ്മ നമ്മളുടെയൊക്കെ അമ്മയാണ്. ഗബ്രിയേൽ മാലാഖ അമ്മയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. അമ്മ സമ്മതിക്കാണെങ്കിൽ വേറെ ആളെ നോക്കേണ്ടി വന്നേനെ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ മാലാഖയുടെ വാക്കുകൾക്ക് സമ്മതം മൂടി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി എന്നും പറഞ്ഞ അമ്മ സമ്മതിച്ചു. അങ്ങനെ അന്നു മുതലേ രക്ഷകനെ നമുക്കായി അമ്മ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ച് നമുക്കായി അമ്മയുടെ ഓമൽ കുമാരനെ നമുക്കായി തന്നു. അങ്ങനെ അമ്മ നമ്മുടെയും അമ്മയായി. ആ അമ്മേനെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അമ്മേനെ ഉപേക്ഷിച്ച് ഓരോ വ്യക്തികൾ ഇങ്ങനെ അമ്മയെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ അമ്മയെ പോലെ, നമ്മുടെ അമ്മയെ കഴിഞ്ഞ് അധികമായിട്ട് നമ്മൾ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കണം. മറിയത്തിലൂടെ യേശുവിലേക്ക്, ഇങ്ങനെയാണ് മറിയത്തിലൂടെ യേശുവിലേക്ക്. അങ്ങനെ അമ്മയുടെ പുത്രനായ ഈശോ സ്നേഹിച്ചതുപോലെ നമ്മളും അമ്മയെ സ്നേഹിക്കണം. അമ്മയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടിയിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അമ്മയുടെ കൂടെ നമ്മൾ നടക്കണം. നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ, ഓഫീസിൽ പോകുമ്പോഴേ, പഠിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മേനെയും കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈശോയോട്. അങ്ങനെ അമ്മയോട് ചേർന്ന്, അതുപോലെ തന്നെ കാനായില് വീഞ്ഞ് തീർന്നു പോയപ്പോൾ അമ്മയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മകനായ യേശുവും ശിഷ്യന്മാരും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വീഞ്ഞ് തീർന്നു പോയി. വിരുന്നുകാരൊക്കെ, ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വീഞ്ഞ് തീർന്നുപോയി. അപ്പോൾ അമ്മ അത് കണ്ടറിഞ്ഞ് അമ്മയുടെ പുത്രനോട് പറഞ്ഞു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഭരണികളൊക്കെ നിറയ്ക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. അവൻ എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്ന പോലെ ചെയ്യാൻ പരിശുദ്ധ അമ്മ പറഞ്ഞു. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഭരണികളിലൊക്കെ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഈശോ അതിനെ ആശീർവദിച്ച് മേൽത്തരം വീഞ്ഞാക്കി മാറ്റി. അപ്പം വിവാഹ വിരുന്നിന് വന്നവരൊക്കെ ആദ്യം പൊട്ട വീഞ്ഞ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് വീഞ്ഞ് വിളമ്പിയപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇത്രയും നല്ല വീഞ്ഞ് നിങ്ങളെ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നോ എന്ന് ചോദിച്ചു. ഈശോ അത്ഭുതം പ്രവർത്തിച്ചെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല. പരിചാരകർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ആ മേൽത്തരം വീഞ്ഞ് അവരെല്ലാവരും കുടിച്ചവര് തൃപ്തരായി. അതാണ് ഈശോ ആദ്യം പ്രവർത്തിക്കുന്ന അത്ഭുതം. ഈശോ ആദ്യം അത്ഭുതം പ്രവർത്തിക്കാൻ അമ്മയാണ് നിമിത്തമായത്. അമ്മ മോനോട് പറഞ്ഞപ്പോൾ അമ്മയെ ധിഖരിക്കാതെ മോൻ അത് കേട്ടു. അപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെയും അമ്മയാണ്. എനിക്ക് സുഗന്ധാഭിഷേകമൊക്കെ കിട്ടാറുണ്ട്. എന്നെ 2 മരണത്തിൽ നിന്ന് അമ്മയാണ് രക്ഷിച്ചത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് പ്രായമായപ്പോൾ ഉണ്ടായ മകളാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരും ചേച്ചിയും ഒക്കെ അവര് ഒരേ പ്രായത്തിൽ വളർന്നുകൊണ്ട് അവരൊറ്റക്കെട്ടായിട്ട് സ്നേഹമാണ്. ഞാൻ ഒറ്റപ്പെട്ട പോലെ ഉള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയാണ് എന്നെ കൈപിടിച്ച് എന്നെ നടത്തുന്നത്. എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പം മെസ്സേജ് കിട്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മ 2 മരണത്തിൽ നിന്നെ രക്ഷിച്ചു. നീ എപ്പോഴും ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നിനക്ക് കൂട്ടുള്ളത്. അമ്മയാണ് നിന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്ത് നിനക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കുന്നത്. എനിക്ക് സുഗന്ധാഭിഷേകം, പള്ളിയിലൊക്കെ പോയി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. വീട്ടിലും കാണാറുണ്ട്. അമ്മയെ ഞാൻ എപ്പോൾ അമ്മയെ ഓർക്കുന്നു അപ്പോഴൊക്കെ അമ്മ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട്. ഞാൻ നിൽക്കുന്ന റൂമിൽ നിൽക്കാറുണ്ട്. നമ്മളതുപോലെ തന്നെ അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കണം. ദിവസം ഒരു 3 കൊന്തയെങ്കിലും നമ്മൾ ചെല്ലണം. പ്രഭാതത്തിൽ ഒരു കൊന്ത ചെല്ലണം. ബാക്കി എപ്പോഴെങ്കിലും ഒക്കെ നമ്മളൊരു 3 കൊന്ത ചെല്ലണം. പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ അമ്മയോട് മാധ്യസ്ഥം വഹിക്കണം. എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമ്മൾ അമ്മയോടും കൊന്ത ചൊല്ലി മാധ്യസ്ഥം വഹിക്കണം.
ലോകമഹായുദ്ധമൊക്കെ ഉണ്ടായപ്പോഴത്തേനും അമ്മയുടെ കൊന്തയൊക്കെ ചൊല്ലിയിട്ടാണ് ആ യുദ്ധങ്ങളൊക്കെ അവസാനിച്ചത്. അപ്പം അതുപോലെ മഹാമാരികൾ പടർന്നു പിടിച്ചപ്പോഴും ഒക്കെ അമ്മയോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതാണ്. ഇപ്പോഴും മഹാമാരി അടുത്തത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരം അമ്മയോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ, അമ്മ ഈശോയുടെ വചനം ഉദരത്തിൽ സ്വീകരിച്ച് ഈശോയെ പ്രസവിച്ചതുപോലെ നമ്മൾ ഈ അമ്മയുടെ മോന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ വചനത്തെ മാംസം ധരിച്ച് പ്രസവിക്കണം. നമ്മുടെ അതരത്തിലൂടെ വചനം സംസാരിക്കണം. നമ്മുടെ മക്കളോട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വചനം അങ്ങോട്ട് പറയണം. അങ്ങനെ വചനത്തിലൂടെ നമ്മൾ സംസാരിക്കണം, വചനത്തിൽ ആഴപ്പെടണം. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കും. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മയെ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. അമ്മേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ത്രിയേക ദൈവമേ നന്ദി. ഹല്യ 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 ശിയ ദിയ 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 ലാ സിംഗ് സിമഹ ശിയ ദിയ ദിയ ദിയ.